ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച ഓരോ ദൈവമക്കളും ദൈവിക വെളിച്ചത്തിൽ വാസം ചെയ്യണമെന്നുള്ളത് ദൈവവചനത്തിന്റെ ശക്തമായ ഒരു സന്ദേശമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിപ്പാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ഇരുളിൽ വസിപ്പാൻ പാടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തില് പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. അന്ധകാരം ഈ ഭൂമിയെ മൂടുന്നു, കൂരിരുട്ട് ജാതികളെ മൂടുന്നു. എന്നാൽ അന്ധകാരം മൂടുന്ന ഈ ലോകത്തിൽ നാം ഇരുട്ടിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നാം ദൈവിക പ്രകാശത്തിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പം എവിടെ ഇരുട്ട് വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നഷ്ടങ്ങളും ശൂന്യതകളും കഷ്ടതകളും വെളിപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ആ ഭൂമിയെ നശിപ്പിച്ച ഒരു ഇരുട്ട് അവിടെ ഉണ്ടെന്നാ ബൈബിൾ പഠിപ്പിക്കുന്നു. സ്തോത്രം. 10 ദ്രഹ്മ ഉള്ളൊരു സ്ത്രീയുടെ ഉപമ കർത്താവ് പഠിപ്പിക്കുമ്പോൾ അവളെ ഏൽപ്പിച്ച 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. അവിടെ വായിക്കുന്നവൾ വിളക്ക് കത്തിച്ചു. അങ്ങനെയാണെങ്കിൽ നഷ്ടം വന്നത് ഇരുട്ടിലാണ്. ലൈഫിൽ ഇരുട്ട് എപ്പോൾ എൻട്രി ചെയ്യുമോ അപ്പോൾ ഓർത്തോണം, നിന്റെ ജീവിതത്തിൽ പരാജയം ആരംഭിക്കുക. ആ സ്ത്രീ വിരിക്കപ്പെട്ട പുല്ല് തൂത്തുവാരുമ്പോ, സ്തോത്രം, അവിടെ കാത് ഓർത്തോണ്ടാവൾ അത് ചെയ്യുന്നത്. കാരണം സ്തോത്രം, അത് താഴെ വീണിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിന്റെ കിലുക്കം കേൾക്കാം. അവൾ സൂക്ഷിച്ചതിനെ നോക്കുന്നത് സ്തോത്രം, ആ വെളിച്ചത്തിങ്കൽ അതിന്റെ തിളക്കം കാണാനാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിന്മേൽ മറുപടിയുടെ കിലുക്കവും മറുപടിയുടെ തിളക്കവും നിന്റെ മുമ്പിൽ വെളിപ്പെടുവാൻ സമയമായി. യേശു പഠിപ്പിക്കുകയാണ്, നീ ഒരിക്കലും ഇരുട്ടിൽ വസിക്കാൻ പാടില്ല, വെളിച്ചത്തിൽ വസിക്കണം. സ്തോത്രം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ, സ്തോത്രം, ഭാവി പദ്ധതികളെ ഇരുട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രകാശത്തിലേക്ക് വരാം. യേശു ക്രിസ്തു എന്ന പ്രകാശം. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുട്ടിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആഗ്രഹിക്കുന്നില്ലല്ലോ അങ്ങയുടെ മക്കൾ ഇരുട്ടിൽ വസിക്കുവാൻ, അവർ വെളിച്ചത്തിൽ വസിക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇരുട്ട് അവരെ വിട്ടുപോകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് വെളിച്ചത്തിൽ വസിക്കാം, യേശുവിനോട് ചേർന്ന് ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.